ആതിരയെ കൊടുക്കാൻ വേണ്ടി ഒരു നാടകം നടന്നു. അതെന്താ ഒന്ന് പറഞ്ഞേ? അത് നമ്മുടെ നിശബ്ദ പ്രചാരണത്തിന് അന്ന്, അതായത് 8-ാം തീയതി രാവിലെ ഞാൻ നമ്മുടെ ഇതിന് പോകാൻ വേണ്ടി രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മയും 2 കുഞ്ഞു പിള്ളേർ, അതായത് അംഗൻവാടി പഠിക്കുന്ന 2 പിള്ളേർ, കുഞ്ഞു പിള്ളേരാ, ഒരു പെണ്ണും ആൺകുട്ടി. ഇവർ വീട്ടിൽ വന്നു 8:15 വീട്ടിൽ വന്നു. അവരെന്നോട് പറഞ്ഞത് പുളിഞ്ചോട്, അതായത് നമ്മുടെ ഈ കൊടമാളൂരിന് അപ്പുറമുള്ള ഏറ്റുമാനൂരും കഴിഞ്ഞ 7 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം എന്റെ വീട്ടിലോട്ട്. ഏറ്റുമാനൂരിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഈ കുടമാളൂർ എന്ന് പറഞ്ഞാൽ പുന്നത്തുറ അല്ലേ? എന്റെ പുന്നത്തറ. പുന്നത്തറയിൽ നിന്ന് കുടമാളൂർക്ക് മിനിമം 1/4 മണിക്കൂറുണ്ട്, 20-25 കിലോമീറ്റർ ഉണ്ട്. അത്രയും തന്നെ ഉണ്ട്, കാരണം 1/4 മണിക്കൂർ സമയം തന്നെ എടുക്കുന്നുണ്ട്. അപ്പോ 8:15 രാവിലെ 8:15. അപ്പൊ അവർ അതിരാവിലെ ഈ കുട്ടികളായിട്ട് എന്നോട് പറഞ്ഞു 6:30 എങ്ങാണ്ടായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ മോളെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ എനിക്ക് ആദ്യമൊന്നും ഞാൻ ഇത് ശ്രദ്ധിക്കുന്നില്ല, കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു എന്താ അവര് ചോദിച്ചത്? എൻ്റെ അടുത്ത് വന്നിട്ട് മോളെ, ഞാൻ ചേച്ചി എന്താ, അപ്പൊ മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അയ്യോ ചേച്ചി എവിടെയാ വീട്? അപ്പോൾ ഇതുപോലെ കൊടമാളൂർ പുളിഞ്ചോട് എന്ന് പറഞ്ഞു. അയ്യോ അവിടെയോ? അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞാൽ പറഞ്ഞു നമ്മൾ അങ്ങോട്ട് വരായിരുന്നില്ല, ഇനി കാണാൻ എന്തെങ്കിലും ഇതാണ്. അല്ല, എനിക്ക് മേഡത്തിനോട് ഒരു കാര്യം പേഴ്സണലി പറയാനുണ്ടായിരുന്നു, അതുകൊണ്ട് വന്ന എന്നാ ചേച്ചി പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോളെ ഹസ്ബൻഡ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക, 2 കുഞ്ഞുങ്ങളിലെ ആൺകുട്ടിക്ക്, ഇളയ കുട്ടിക്ക് ഹാർട്ടിന് വാൽവിന് പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ ഇനി പൈസയ്ക്കായിരിക്കും ചേച്ചി വന്നതെന്ന്. പൈസയാണ് വേണ്ട. അല്ല പൈസയല്ല, എനിക്ക് എന്തെങ്കിലും ഇപ്പം ഹസ്ബൻഡിൻ്റെ ചിലവും ഇതുമൊക്കെ ആയിട്ട് നല്ല ഇതാവുന്നുണ്ട്, അപ്പം വരുമാന മാർഗത്തിന് എന്തെങ്കിലും, അപ്പം ലോട്ടറി വിറ്റ് മോളെ, ലോട്ടറി വിറ്റാൽ കുറച്ച് പൈസ കിട്ടുമല്ലോ, അപ്പോൾ ലോട്ടറി വിറ്റ് ഇതേ. ഞാൻ ഇതിന് ലോട്ടറി വാങ്ങണോ? ഞാൻ ചേച്ചി ലോട്ടറി വാങ്ങാനാണോ? അല്ല, എനിക്ക് ലോട്ടറി വാങ്ങാനായിട്ട്, അതായത് ഈ ചേച്ചിക്ക് വിൽക്കാൻ വേണ്ടി ലോട്ടറി വാങ്ങാനുള്ള പൈസ കൊടുക്കാവോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ലോട്ടറി വാങ്ങിക്കൊടുക്കാവോ? അതാണ്, ലോട്ടറി വാങ്ങിക്കൊടുക്കാൻ പൈസ കൊടുക്കാം. ലോട്ടറി വാങ്ങിക്കൊടുക്കാൻ എന്നോട് ചോദിച്ചില്ല, ലോട്ടറി വാങ്ങാനുള്ള പൈസ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു ലോട്ടറി വാങ്ങി തന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അതാണെങ്കിലും മതി ഇങ്ങനെ പറഞ്ഞു.